ചൈനീസ് നിർമ്മിത JF-17 ഫൈറ്റർ ജെറ്റ് ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ അത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി കണ്ടു. എന്നാൽ ഇന്നലെ ഈ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് രാത്രിയിൽ 2 മണി 3 മണിയോടൊക്കെ അടുപ്പിച്ച് തന്നെ പല ട്വിറ്റർ ഹാൻഡിൽസിൽ അടക്കം ഇങ്ങനത്തെ ഒരു വാർത്ത വന്നിരുന്നു, ചില ദൃശ്യങ്ങൾ വന്നിരുന്നു. പക്ഷെ നമുക്കത് സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിൽ ഇത് വന്നപ്പോൾ തീർച്ചയായിട്ടും ആ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്ന പല അഭിപ്രായങ്ങളിലും കണ്ടിരുന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ഉള്ളതായി തോന്നുന്നു. കാരണം ഇന്ത്യ പാകിസ്ഥാന്റെ കൈവശമുള്ള JF-17 ഫൈറ്റർ ജെറ്റിനെ വെടിവെച്ചിട്ടു അല്ലെങ്കിൽ അതിനെ തകർത്തു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ TV അടക്കമുള്ള മാധ്യമങ്ങളിൽ ഇത് വന്നതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. ഇന്ത്യൻ എയർ സ്പേസിലേക്ക് കടക്കാൻ ശ്രമിച്ച JF-17 ഫൈറ്റർ ജെറ്റിനെയാണ് ഇന്ത്യ ആക്രമിച്ചത് എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. നിലവിലിത് പുൽവാമയിലെ പാംപോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വിമാനം തകർന്നു കിടക്കുന്നതെന്നും അവിടേക്ക് മറ്റാരെയും ഇപ്പോൾ മിലിറ്ററി പ്രവേശിപ്പിക്കുന്നില്ല എന്നും ഇപ്പോൾ ചില സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഇന്ത്യ TV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന് ചൈന നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു യുദ്ധവിമാനമാണ് JF-17 തണ്ടർ എന്ന് പറയുന്നത്. പാകിസ്ഥാനും ചൈനയും ചേർന്ന് നിർമ്മിക്കുന്നതായിട്ടാണ് ഈ ഒരു എയർക്രാഫ്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇത് വളരെ മുമ്പ് തന്നെ വളരെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു എയർക്രാഫ്റ്റ് ആണ്. നിർമ്മാണം നടന്ന സമയത്ത് തന്നെ നിരവധി എയർക്രാഫ്റ്റുകൾ ഉപയോഗശൂന്യമായിട്ട് മാറിയിരുന്നു. സോഫ്റ്റ്വെയറിലെ പിഴവുകൾ, അതുപോലെ തന്നെ മറ്റു ചില സാങ്കേതിക കാരണങ്ങളാലൊക്കെ നിരവധി എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ കട്ടപ്പുറത്തായി കിടക്കുന്ന വാർത്തകൾ വന്നതും പാകിസ്ഥാൻ മാധ്യമങ്ങളിലൂടെ തന്നെയാണ്. എന്നാൽ പിന്നീട് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ചൈന മുന്നിട്ടിറങ്ങി എന്ന വാർത്തകളും ഒക്കെ വന്നിരുന്നു. 2007 മുതലാണ് ഈ ഒരു എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണം പാകിസ്ഥാനും ചൈനയും ചേർന്ന് തുടങ്ങുന്നത്. ഏതാണ്ട് 175ഓളം ഈ ഒരു എയർക്രാഫ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ചൈന ഇത് ഉപയോഗിക്കുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ JF-17 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ചൈന ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ ഗുണം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. ചൈന ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ. ഇനി ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. നൈജീരിയൻ എയർഫോഴ്സ് 1-2 വാങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അസർബൈജാൻ ഇത് വാങ്ങിയിട്ടുണ്ട്. ഈ പാകിസ്ഥാനും ചൈനയും ചേർന്ന് കച്ചവടം ചെയ്യുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇത് ഇരിക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കട്ടപ്പുറത്താണ് വെച്ചിട്ടുള്ളത്. ഈ ഒരു എയർക്രാഫ്റ്റ് ആണ് ഇപ്പോൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് എവിടെയും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മുടെ സൈന്യവും ഇതിനെക്കുറിച്ച് യാതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഒരു വ്യാജമായ വീഡിയോയും ഫോട്ടോയും ഒക്കെ പ്രചരിപ്പിച്ചു. അത് റഷ്യൻ മാധ്യമമായിട്ടുള്ള സ്പുട്നിക് അതിന്റെ ഫാക്ട് ചെക്ക് നടത്തിയിട്ട് അത് ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PIB ഫാക്ട് ചെക്ക് നടത്തിയിട്ടത് ഫേക്ക് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാന്റെ ആ വാദം ഫേക്ക് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാന്റെ ഒരു എയർക്രാഫ്റ്റിനെ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞു വരുന്ന വാർത്തകൾ അത് ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വസ്തുതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിക്കുന്ന ഒരു ക്ലാരിഫിക്കേഷൻ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ അടുത്ത് നിന്ന് കിട്ടാത്തതുകൊണ്ട് 100% നമുക്കിത് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ പാകിസ്ഥാന്റെ ഒരു JF-17 യുദ്ധവിമാനം നമ്മൾ അവിടെ ആക്രമണം നടത്തിയപ്പോൾ ഒരു പക്ഷേ തിരിച്ചാക്രമിക്കാനായിട്ട് ഇന്ത്യൻ അതിർത്തി കടക്കാൻ ശ്രമിച്ചതായിരിക്കാം. അങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങളൊക്കെ പാകിസ്ഥാൻ പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടതാകാനാണ് സാധ്യത. പുൽവാമയ്ക്ക് അടുത്താണ് തകർന്നു വീണത് എന്നാണ് ഇപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇന്ത്യയുടെ ഏതോ ഒരു സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് തകർത്തു എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ വല്ല ഉദ്ദേശത്തോടെയും ആയിരിക്കും ഈ ഒരു JF-17 ഇന്ത്യൻ അതിർത്തി കടക്കാനായി ശ്രമിച്ചത്. പക്ഷേ അതിനെ ഇന്ത്യ തന്നെ തകർത്തിടുകയാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഉടനെ തന്നെ എത്തുമെന്നാണ് നമ്മുടെ വിക്രം മിശ്രയും അതുപോലെ സൈനിക വക്താക്കളും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും കുറെ കൂടെ നമുക്ക് ജെന്യൂനായിട്ട് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ വരാം. ഇപ്പോൾ എന്തായാലും ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ ദേശീയ മാധ്യമങ്ങൾക്ക് എല്ലായിടത്തും അത്യാവശ്യം നെറ്റ്വർക്കുള്ള മാധ്യമങ്ങളാണ്. അപ്പോൾ അവരൊരു ഫേക്ക് ന്യൂസ് എന്തായാലും അങ്ങനെ വിടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ വിശ്വസിക്കാം. ABP അടക്കം ഒരുപാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം. കുറെ കൂടെ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നൊരു ക്ലാരിഫിക്കേഷൻ വരുന്നത് വരെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.